നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗർ മുതൽമലയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകമാണ്, കേരള റീഡർ ഇംഗ്ലീഷ്. അപ്പോൾ 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പാഠപുസ്തകം 3 ഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ പാർട്ട് 1 ഒന്നാമത്തെ ഭാഗം പാഠപുസ്തകമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം പാഠപുസ്തകത്തിലെ പാർട്ട് 1 ടെക്സ്റ്റിലെ കണ്ടൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 യൂണിറ്റുകളാണ് പ്രധാനമായിട്ടും ഒന്നാമത്തെ പാഠപുസ്തകത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്നാമത്തെ യൂണിറ്റ് നേച്ചേഴ്സ് പ്ലെൻറ്റി, രണ്ടാമത്തെ യൂണിറ്റ് ടെയിൽസ് ആൻഡ് ട്യൂൺസ്, മൂന്നാമത്തെ യൂണിറ്റ് മാൻ ആൻഡ് മീഡിയ എന്ന് പറയുന്നതാണ്. ഇതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നേച്ചേഴ്സ് പ്ലെൻറ്റി എന്ന് പറയുന്ന യൂണിറ്റാണ്. സോ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നേച്ചേഴ്സ് പ്ലെൻറ്റിയിലേക്ക് കടക്കാം. ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരും അതിൻ്റെ താഴെ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുള്ള ഒരു ഉദ്ധരണിയും ഒരു കോട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ യൂണിറ്റിൻ്റെ പ്രതിപാദ്യം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ യൂണിറ്റിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ആ യൂണിറ്റിൻ്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും. നേച്ചേഴ്സ് പ്ലെൻറ്റി. നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, പ്രകൃതി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്താണ് പ്ലെൻറ്റി എന്ന് പറഞ്ഞാൽ? പ്ലെൻറ്റി എന്ന് പറഞ്ഞാൽ ധാരാളിത്തം അല്ലെങ്കിൽ സമൃദ്ധിയെയാണ് എന്തെന്ന് പറയുന്നത്, പ്ലെൻറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നേച്ചേഴ്സ് പ്ലെൻറ്റി, പ്രകൃതിയുടെ ധാരാളിത്തത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ അഭിവൃദ്ധിയെക്കുറിച്ചാണ്, സമൃദ്ധിയെക്കുറിച്ചാണ് നമ്മളുടെ ഈ യൂണിറ്റിൽ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, പ്രകൃതി എങ്ങനെയാണ് ധാരാളിയാകുന്നത് എന്ന്, അല്ലേ? പ്രകൃതിയിൽ എങ്ങനെയാണ് സമൃദ്ധമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാകുന്നത്? ശരിക്കും നമ്മൾ പ്രകൃതിയിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പ്രകൃതി സമൃദ്ധമാണ്, പ്രകൃതി ധാരാളിയാണ്. കാരണം എന്താ, നമ്മുടെയൊക്കെ നിലനിൽപ്പിൻ്റെ ആധാരം തന്നെ പ്രകൃതിയാണ് എന്നുള്ള സത്യം തന്നെയാണ് ഏറ്റവും വലിയ പ്രകൃതിയുടെ സമൃദ്ധി എന്ന് പറയുന്നത്. പ്രകൃതി ഇല്ലാതെ ഒരിക്കലും ആർക്കും നിലനിൽപ്പില്ല. മനുഷ്യനുൾപ്പെടുന്ന പ്രകൃതിയിലെ യാതൊരുവിധ ജീവജാലങ്ങൾക്ക് എന്തില്ല, നിലനിൽപ്പില്ല. അങ്ങനെയുള്ള അമ്മയായിട്ടുള്ള മദർ നേച്ചറിനെ കുറിച്ചാണ് നമ്മൾ ഈ യൂണിറ്റിൽ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്ന ഒരു കോട്ടിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ, പ്രകൃതിയിലേക്ക് സൂക്ഷിച്ച് നോക്കുക, പ്രകൃതി എന്ത് ചെയ്യുക, സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക, സസൂക്ഷ്മം നിരീക്ഷിക്കുക. ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ബെറ്റർ. അങ്ങനെ പ്രകൃതിയെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യും, മനസ്സിലാകും. അതായത് എല്ലാത്തിനുമുള്ള ഉത്തരം എവിടെ ഒളിഞ്ഞു കിടക്കുന്നു, പ്രകൃതിയിൽ ഒളിഞ്ഞു കിടക്കുന്നു. എല്ലാ രഹസ്യങ്ങൾക്കുമുള്ള മറുപടി പ്രകൃതിയിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ള ഒരു വലിയ സത്യമാണ് ആര് നമുക്ക് പറഞ്ഞു തരുന്നത്, ആൽബർട്ട് ഐൻസ്റ്റീൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക്, നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങൾക്കൊന്നും മറുപടി തരാൻ പ്രകൃതിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള സത്യമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. യെസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു യൂണിറ്റാണ് ഏതെന്ന് പറയുന്നത്, നേച്ചേഴ്സ് പ്ലെൻറ്റി എന്ന് പറയുന്ന യൂണിറ്റ്. പ്രകൃതിയുടെ ധാരാളിത്തത്തെക്കുറിച്ച്, പ്രകൃതിയുടെ സമൃദ്ധിയെക്കുറിച്ച്, അഭിവൃദ്ധിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നേച്ചറുമായിട്ട്, ബ്യൂട്ടി ഓഫ് നേച്ചറുമായിട്ട്, പ്ലെൻറ്റിനെസ് ഓഫ് നേച്ചറുമായിട്ട് എന്ത് ചെയ്താണ്, ബന്ധപ്പെട്ടതാണ്. സോ നേച്ചേഴ്സ് പ്ലെൻറ്റി എന്ന് പറയുന്ന ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള ചാപ്റ്ററിൻ്റെ പേര് ഹൗ ഫാർ ഈസ് ദ റിവർ എന്നാണ്. ഹൗ ഫാർ ഈസ് ദ റിവർ, ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്, ഒരു ചെറുകഥയാണ്. ഇത് എഴുതിയിരിക്കുന്ന ആളുടെ പേര് റസ്കിൻ ബോണ്ട് എന്നാണ്. അപ്പോൾ റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയുടെ ഓഥറിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. സോ റസ്കിൻ ബോണ്ടാണ് നമ്മുടെ റൈറ്റർ അഥവാ ഓഥർ അഥവാ രചയിതാവ് എന്ന് പറയുന്നത് ഈ കഥയുടെ. റസ്കിൻ ബോണ്ട് ഈസ് എൻ ഇന്ത്യൻ റൈറ്റർ ഹു റൈറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ഭാഷയിൽ രചനകൾ നടത്തുന്ന ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ് ആരെന്ന് പറഞ്ഞാൽ റസ്കിൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ. ഹി ഹാസ് റിട്ടൺ നോവൽസ് ആൻഡ് പോംസ് ആൻഡ് ഈസ് നോൺ മോസ്റ്റ്ലി ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ഹി ഹാസ് റിട്ടൺ നോവൽസ് ആൻഡ് പോയംസ്, അദ്ദേഹം ഒരുപാട് നോവലുകളും അതുപോലെ തന്നെ എന്തോ എഴുതിയിട്ടുണ്ട്, കവിതകളും എഴുതിയിട്ടുണ്ട്. ആൻഡ് ഈസ് നോൺ മോസ്റ്റ്ലി ഫോർ, അദ്ദേഹം പ്രത്യേകിച്ചും അറിയപ്പെടുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് അറിയാമോ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എന്തിൻ്റെ പേരിലാണെന്ന് അറിയാമോ കൂടുതൽ, ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, ബാലസാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളുടെ പേരിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ അഥവാ ബാലസാഹിത്യത്തിൽ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ് ആരെന്ന് പറഞ്ഞാൽ റസ്കിൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ. ഹി ഹാസ് മോർ ദാൻ 500 സ്റ്റോറീസ് ടു ഹിസ് ക്രെഡിറ്റ്. അദ്ദേഹം ഏകദേശം എത്ര സ്റ്റോറികളിലധികം എഴുതിയിട്ടുണ്ട്, 500 ഷോർട്ട് സ്റ്റോറീസ്, അതായത് 500-ലധികം ചെറുകഥകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രൊലിഫിക് റൈറ്ററായിരുന്നു, ഒരു മാസീവ് റൈറ്ററായിരുന്നു ആരെന്ന് പറഞ്ഞാൽ റസ്കിൻ ബോണ്ട്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ്.
സോ നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം. ഹൗ ഫാർ ഈസ് ദ റിവർ. ഈ കഥയെന്ന് പറയുന്നത് ഒരു ബാലൻ്റെ കഥയാണ്, ഒരു പയ്യൻ്റെ കഥയാണ്. പ്രകൃതിയെ അടുത്തറിയാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു ബാലൻ്റെ കഥയാണ്. ഒരു പുഴ തേടി ഇറങ്ങിയ ഒരു ബാലൻ്റെ കഥയാണ്. അപ്പോൾ പോകുന്നതിനിടയിൽ അവൻ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കേട്ടു, എന്തൊക്കെ മനസ്സിലാക്കി എന്നറിയണമെങ്കിൽ നമുക്ക് ഈ കഥയിലൂടെ എന്ത് ചെയ്തു പോയേ മതിയാവും, കടന്നു പോയേ മതിയാവും. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഹൗ ഫാർ ഈസ് ദ റിവർ. പുഴ എത്ര അകലെ. നോക്കൂ, ആ കഥയുടെ ടൈറ്റിൽ തന്നെ ഒരു ചോദ്യ രൂപമാണ്. പുഴ എത്ര അകലെ, അല്ലെങ്കിൽ പുഴയിലേക്ക് എത്ര ദൂരമുണ്ട് ഇനി എന്നുള്ളതാണ് നമ്മുടെ കഥയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. സോ നമുക്ക് കഥയിലേക്ക് കടക്കാം. Between the boy and the river stood a mountain. The boy was young and the river was small, but the mountain was big. The thickly forested mountain hid the river, but the boy knew it was there. He had never seen the river with his own eyes, but from the villages he had heard of it, of the fish in its waters and of its rocks. He wished to touch the water and know it personally. അപ്പോൾ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റുഡ് എ മൗണ്ടൻ. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ, ആ ബോയ്ക്കും അതായത് ആ പയ്യനും ആൻഡ് ദ റിവർ പുഴയ്ക്കുമിടയിൽ സ്റ്റുഡ് എ മൗണ്ടൻ. എന്തുണ്ടായിരുന്നു? ഒരു പർവ്വതം ഉണ്ടായിരുന്നു, ഒരു മൗണ്ടൻ, ഒരു കുന്നുണ്ടായിരുന്നു, ഒരു മലയുണ്ടായിരുന്നു. ദ ബോയ് വാസ് യങ്, അതൊരു കുഞ്ഞു പയ്യനായിരുന്നു, ഒരു കൊച്ചായിരുന്നു. ആൻഡ് ദ റിവർ വാസ് സ്മോൾ, അതുപോലെ തന്നെയാണ് നമ്മുടെ റിവറും കുഞ്ഞായിരുന്നു. ബട്ട് ദ മൗണ്ടൻ വാസ് ബിഗ്, പക്ഷേ അവർക്കിടെ ഇടയിലുള്ള ആ പർവ്വതം എന്ന് പറയുന്നത് എന്തായിരുന്നു? ആ ബൃഹത്തായ വളരെ വലിയൊരു പർവ്വതമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടൻ ഹിഡ് ദ റിവർ. ഇനി ആ പർവ്വതത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദ മൗണ്ടൻ വാസ് തിക്ലി ഫോറസ്റ്റഡ്. എന്താ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ? കാട് അല്ലേ, വനം എന്നൊക്കെയാണ് ഫോറസ്റ്റിൻ്റെ അർത്ഥം. തിക്ലി ഫോറസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? തിക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടതൂർന്ന് വളരുന്നതിനെയാണ്, തിങ്ങി വിങ്ങി വളരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ തിക്ലി എന്നെന്ത് ചെയ്യുന്നു പറയുന്നത്. സോ ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടൻ, ആ മൗണ്ടൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു മൊട്ടക്കുന്നായിരുന്നില്ല, മറിച്ച് അതിൽ എന്തുണ്ടായിരുന്നു? ധാരാളം മരങ്ങളും വൃക്ഷലതാദികളും ഒക്കെ കൊണ്ട് എന്ത് ചെയ്തിരുന്നു? കാട് പിടിച്ചിങ്ങനെ നിബിഡ വനമായിട്ട് കിടന്നിരുന്ന ആ ഒരു കുന്നായിരുന്നു അവർക്കിടയിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ മൗണ്ടൻ ഉണ്ടല്ലോ, ഹിഡ് ദ റിവർ. ഹിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? മറയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മറച്ചിരുന്നു. എന്തിനെ മറച്ചിരുന്നു? ദ റിവർ. റിവർ മീൻസ് നമ്മുടെ പുഴയെ മറച്ചിരുന്നു. അതായത് ബോയ്ക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ വലിയ മലയുടെ മറവ് കൊണ്ട്, മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി നിൽക്കുന്ന ആ മലയുടെ മറവ് കൊണ്ട് എന്ത് കാണാൻ കഴിയുമായിരുന്നില്ല? നമ്മൾ നേരത്തെ പറഞ്ഞ റിവർ, അതായത് ആ ചെറിയ സ്മോൾ റിവർ, ആ ചെറിയ പുഴയുണ്ടല്ലോ, ആ അരുവി, അത് കാണാനായിട്ട് കഴിയുമായിരുന്നില്ല. സോ ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടൻ ഹിഡ് ദ റിവർ. ഹിഡ് എന്ന് പറഞ്ഞാൽ മറച്ചിരുന്നു എന്നാണ് അർത്ഥം. ഹൈഡിൻ്റെ പാസ്റ്റാണ് ഹിഡ് എന്ന് പറയുന്നത്. ബട്ട് ദ ബോയ് ന്യൂ ഇറ്റ് വാസ് ദെയർ. പക്ഷേ ബോയ്ക്ക് എന്തിനെ പുഴയെ കാണാൻ കഴിയുന്നില്ല എങ്കിലും അവൻ അറിയാമായിരുന്നു. ദ ബോയ് ന്യൂ ദാറ്റ് ഇറ്റ് വാസ് ദെയർ. ഇറ്റ് മീൻസ് ദ റിവർ വാസ് ദെയർ. പുഴ കാണാൻ കഴിഞ്ഞില്ല എങ്കിലും അവനൊരു കാര്യം അറിയാമായിരുന്നു. എന്താ? പുഴ എങ്ങും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട് എന്ന് അവൻ എന്ത് ചെയ്യാമായിരുന്നു? അറിയാമായിരുന്നു. അവൻ എങ്ങനെ അറിയാമായിരുന്നു എന്നറിയാമോ? ഹി ഹാഡ് നെവർ സീൻ ദ റിവർ വിത്ത് ഹിസ് ഓൺ ഐസ്. അവൻ ഇതുവരെ ആ പുഴയെ അവൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല. നമ്മൾ പറയാറുണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ അവൻ കണ്ടിട്ടില്ല. അവന് നേരിട്ടൊരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ബട്ട് ഫ്രം ദ വില്ലേജേഴ്സ് ഹി ഹാഡ് ഹേർഡ് ഓഫ് ഇറ്റ്. പക്ഷേ ആ വില്ലേജേഴ്സിൽ നിന്ന്, മീൻസ് അവിടുത്തെ ഗ്രാമീണരിൽ നിന്ന്, ഗ്രാമനിവാസികളിൽ നിന്ന് എന്ത് ചെയ്തിരുന്നു? ഹി ഹാഡ് ഹേർഡ് ഓഫ് ഇറ്റ്. എന്തിനെക്കുറിച്ച് അവൻ കേട്ടിരുന്നു? ആ പുഴയെക്കുറിച്ച് അവൻ എന്ത് ചെയ്തിരുന്നു? കേട്ടിരുന്നു. അവൻ കണ്ടിട്ടില്ല, പക്ഷേ ധാരാളം ആ പുഴയെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. എന്തിനെക്കുറിച്ചൊക്കെയാണ് അവൻ കേട്ടിട്ടുള്ളത്? ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടേഴ്സ്. ആ പുഴയിൽ ഇങ്ങനെ നീന്തി കളിക്കുന്ന ആ മീനുകളുണ്ടല്ലോ, നമ്മൾ സാധാരണ തോട്ടിലൊക്കെ പോകുന്ന സമയത്ത് പരൽ മീനുകളൊക്കെ ഇങ്ങനെ വരാലൊക്കെ ഇങ്ങനെ നീന്തി കളിക്കുന്ന നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കാണാറുണ്ട്. അപ്പോൾ അതുപോലെ ആ പുഴയിൽ നീന്തി കളിക്കുന്ന മീനുകളെ കുറിച്ച് അവൻ എന്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്? ആ വില്ലേജേഴ്സിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്. മാത്രമല്ല എന്തിനെക്കുറിച്ചും കേട്ടിട്ടുണ്ട്? ഓഫ് ഇറ്റ്സ് റോക്സ്. ആ പുഴയിൽ ഇങ്ങനെ പിടിച്ചു കിടക്കുന്ന പാറക്കൂട്ടങ്ങളെക്കുറിച്ചും പാറക്കെട്ടുകളെക്കുറിച്ചും ഒക്കെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു നദിയുടെയോ പുഴയുടെയൊക്കെ തീരത്ത് എന്ത് കാണാനായിട്ട് സാധിക്കും? നമുക്ക് പാറകളും പാറക്കൂട്ടങ്ങളും പാറക്കെട്ടുകളും ഒക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ കാണപ്പെടുന്ന പാറക്കൂട്ടങ്ങളെക്കുറിച്ചും പുഴയിൽ നീന്തി കളിക്കുന്ന മീനുകളെക്കുറിച്ചും ഒക്കെ അവൻ വില്ലേജേഴ്സിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. പക്ഷേ നേരിട്ട് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കേട്ടറിവിനെ ഒന്ന് കണ്ടറിയാനായിട്ട് ആർക്ക് ആഗ്രഹം തോന്നും? ആ പയ്യന് ആഗ്രഹം തോന്നും. അത് തന്നെ ഈ പയ്യനും എന്ത് ചെയ്തു? തോന്നി. ഹി വിഷ്ഡ് ടു ടച്ച് ദ വാട്ടർ ആൻഡ് നോ ഇറ്റ് പേഴ്സണലി. അത്രേ ഉള്ളൂ. ഹി വിഷ്ഡ്, അവൻ ആഗ്രഹിച്ചിരുന്നു. എന്തിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നു? ടു ടച്ച് ദ വാട്ടർ. ആ കേട്ടുകേൾവി മാത്രമുള്ള വെള്ളത്തെ, ആ ജലത്തെ ഒന്ന് സ്പർശിക്കാൻ. എവിടുത്തെ ജലത്തെ? ആ നദിയിലെ തണുത്തറഞ്ഞ ജലത്തെ ഒന്ന് സ്പർശിക്കാനായിട്ട് അവൻ എന്ത് ചെയ്തിരുന്നു? ആഗ്രഹിച്ചിരുന്നു. ആൻഡ് നോ ഇറ്റ് പേഴ്സണലി.
സ്വന്തമായിട്ട് സ്വയം അതിനെ ഒന്ന് തൊട്ടറിയാനായിട്ട് അവൻ എന്ത് ചെയ്തിരുന്നു, ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഹി വിഷ്ഡ് ടു ടച്ച് ദ വാട്ടർ ആൻഡ് നോ ഇറ്റ് പേഴ്സണലി. ഇപ്പോൾ അവന് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ റിവറിലെ വെള്ളത്തിനെക്കുറിച്ചും അവിടുത്തെ മീനുകളെക്കുറിച്ചും ഒക്കെ. അപ്പോൾ അവൻ്റെ ആഗ്രഹം എന്തായിരുന്നു, അതിനെ ഒന്ന് നേരിട്ട് എന്ത് ചെയ്യണം, തൊട്ടറിയണം. അതായത് അവനതൊന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം, മീൻസ് അനുഭവിച്ചറിയണം. അങ്ങനെ ഒരു ആഗ്രഹം ആർക്കുണ്ടായിരുന്നു, എല്ലാവർക്കും തോന്നുന്ന പോലെ തന്നെ ആ ബാലനും ഉണ്ടായിരുന്നു. He stood in front of his house on the hill opposite the mountain and gazed across the valley, dreaming of the river. He was about 12 years old, a sturdy boy with untidy black hair and shining black eyes. He had fine features and a clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stones and cool grass. അങ്ങനെ ഒരു ദിവസം he stood in front of his house on the hill opposite the mountain. ആ വലിയ പർവ്വതം ഉണ്ടല്ലോ, ആ വലിയ പർവ്വതത്തിന് എതിർവശത്ത് ഒരു ചെറിയ കുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിൽ തൻ്റെ വീടിൻ്റെ മുമ്പിലായിട്ട് ആരിറങ്ങി നിന്നു, ആ പയ്യൻ ഇങ്ങനെ ഇറങ്ങി നിന്നു. ഹി സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് ഓൺ ദ ഹിൽ. കുന്നിന് മുകളിൽ ആ വീടിൻ്റെ മുമ്പിൽ അവൻ എന്ത് ചെയ്തു, ഇറങ്ങി നിന്നു. ഓപ്പോസിറ്റ് ദ മൗണ്ടൻ, ആ പർവ്വതത്തിന്, നമ്മൾ നേരത്തെ പറഞ്ഞ തിക്ലി ഫോറസ്റ്റഡ് ആയിട്ടുള്ള മൗണ്ടന് നേരെ എതിർവശത്തുള്ള ആ കുന്നിൻ്റെ മുകളിലെ അവൻ്റെ സ്വന്തം വീട്ടിൻ്റെ മുമ്പിൽ അവൻ എന്ത് ചെയ്തു, ഇറങ്ങി നിന്നു. ആൻഡ് ഗെയ്സ്ഡ് അക്രോസ് ദ വാലി. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, ഹി ഗെയ്സ്ഡ് മീൻസ് ഹി ലുക്ക്ഡ്, ഹി ഗ്ലാൻസ്ഡ്, അവനൊന്ന് നോക്കി. എവിടേക്ക് നോക്കി? അക്രോസ് ദ വാലി. വാലി മീൻസ് താഴ്വാരം. ആ താഴ്വാരമാകെ അവൻ എന്ത് ചെയ്തു, ഒന്ന് കണ്ണോടിച്ച് നിരീക്ഷിച്ചു. ഡ്രീമിങ് ഓഫ് ദ റിവർ. അങ്ങനെ നിരീക്ഷിക്കുമ്പോഴും കണ്ണോടിക്കുമ്പോഴും അവൻ എന്തിനെ സ്വപ്നം കാണുകയായിരുന്നു? യെസ്, ഹി വാസ് ഡ്രീമിങ് ഓഫ് ദ റിവർ. ആ പുഴയെ എന്ത് ചെയ്യുകയായിരുന്നു, സ്വപ്നം കാണുകയായിരുന്നു. വില്ലേജേഴ്സിൽ നിന്ന് കേട്ടുകേൾവി മാത്രമുള്ള പരൽ മീനുകൾ നീന്തിക്കളിക്കുന്ന തണുത്ത ജലമുള്ള അതിമനോഹരമായിട്ടുള്ള ആ പുഴയെക്കുറിച്ച് അവൻ എന്ത് ചെയ്യുകയായിരുന്നു, സ്വപ്നം കാണുകയായിരുന്നു അവനങ്ങനെ നിൽക്കുമ്പോൾ. ഇനി ആ പയ്യൻ്റെ ശരീരപ്രകൃതിയെക്കുറിച്ചൊന്ന് വർണ്ണിക്കുകയാണ്. ഹി വാസ് അബൌട്ട് 12 years ഓൾഡ്. എത്ര വയസ്സ് പ്രായം കാണും? 12 വയസ്സ് പ്രായം കാണും ആ പയ്യന്. എ സ്റ്റേഡി ബോയ്. സ്റ്റേഡി മീൻസ് സ്ട്രോങ് ബോയ്. നല്ല അരോഗ ദൃഢഗാത്രനായ പയ്യനാണ് അവൻ. വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. അവൻ്റെ മുടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, തലമുടിക്ക്. അൺടൈഡി ബ്ലാക്ക് ഹെയർ, ഇങ്ങനെ പാറിപ്പറക്കുന്ന, വൃത്തിയിലൊന്നും ചീകി ഒതുക്കാത്ത തലമുടിയാണ്. ഇങ്ങനെ ഡിഷവൽഡായിട്ട് കിടക്കുന്നത്, മീൻസ് പാറിപ്പറക്കുന്ന തലമുടിയാണ്. അൺടൈഡി ബ്ലാക്ക് ഹെയർ, കറുത്ത തലമുടി. ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. അവൻ്റെ കണ്ണുകളാണെങ്കിലോ നല്ല തിളങ്ങുന്ന കറുത്ത നിറങ്ങളായിരുന്നു അവൻ്റെ കണ്ണുകൾക്കുണ്ടായിരുന്നത്. ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ്. ഫീച്ചേഴ്സ് മീൻസ് ലക്ഷണങ്ങളെന്നാണ്. ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ്, അതായത് നല്ല ലക്ഷണങ്ങളുള്ള ഒരു പയ്യനായിരുന്നു അവൻ. എന്ന് പറഞ്ഞാൽ എന്താ, അവനെ കണ്ടു കഴിഞ്ഞാൽ നല്ല പയ്യനാണെന്ന് എന്ത് ചെയ്യും നമ്മൾ പറയും. ആൻഡ് ക്ലിയർ ബ്രൗൺ സ്കിൻ. അവൻ്റെ സ്കിന്നിൻ്റെ നിറം എന്തായിരുന്നു? ബ്രൗൺ സ്കിൻ ആയിരുന്നു. സാധാരണ നമ്മുടെയൊക്കെ തൊലിയുടെ നിറം പോലെ തന്നെ ബ്രൗൺ സ്കിൻ ആയിരുന്നു. ബ്ലാക്കും അല്ല, ഫെയറും അല്ല, വെളുപ്പുമില്ല, കറുപ്പുമില്ല, എന്നാലും എന്താണ്, മാനിറം. അതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, ബ്രൗൺ സ്കിൻ എന്ന് പറയുന്നത്. ബ്രൗൺ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തവിട്ടെന്നാണെങ്കിലും ബ്രൗൺ സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്കും തവിട്ട് നിറത്തിലുള്ള തൊലി, കാപ്പിപ്പൊടി നിറത്തിലുള്ള തൊലി എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. മറിച്ച് നമ്മൾ മാനിറം എന്നൊക്കെ നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ഏകദേശം തവിട്ട് നിറം പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നത്. അപ്പോൾ ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ് ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ. അങ്ങനെ തവിട്ട് നിറത്തിലുള്ള തൊലി, അതായത് മാനിറമായിരുന്നു അവൻ എന്ത് ചെയ്യുന്നത്, ഉണ്ടായിരുന്നത്. ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വെയർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. പക്ഷേ അവൻ്റെ കൈയും കാലുമല്ല, ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വെയർ റഫ്. അതെന്തായിരുന്നു? പരുക്കനായിരുന്നു, മൃദുത്വം ഉള്ളതായിരുന്നില്ല. ആൻഡ് സ്ക്രാച്ച്ഡ്. എന്താ സ്ക്രാച്ച്ഡ് എന്ന് പറഞ്ഞാൽ? മീൻസ് പോറലുകളുള്ള അല്ലെങ്കിൽ മാർദ്ദവമില്ലാത്തതിനാണ് നമ്മളെന്താ പറയുന്നത്, സ്ക്രാച്ച്ഡ് എന്ന് പറയുന്നത്. സോ ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വെയർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. അവൻ്റെ കൈകാലുകളെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാർദ്ദവമുള്ളതായിരുന്നില്ല, മൃദുത്വമുള്ളതായിരുന്നില്ല, മൃദുലമായിരുന്നില്ല, മറിച്ച് എന്തായിരുന്നു, ഒരല്പം പരുക്കൻ ആയിരുന്നു. അപ്പോൾ സാഹസികതകളൊക്കെ ഇഷ്ടപ്പെടുന്ന, ജോലിയൊക്കെ ചെയ്യുന്ന ഒരു പയ്യനാണ് അവനെന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹി വാസ് ബെയർ ഫൂട്ടഡ്. അവൻ നഗ്നപാതനായിരുന്നു, മീൻസ് അവന് ചെരുപ്പുണ്ടായിരുന്നില്ല. നോട്ട് ബിക്കോസ് ഹീ കുഡൻറ്റ് അഫോർഡ് ഷൂസ്. അതിന് കാരണം എന്താണ്? നോട്ട് ബിക്കോസ് ഹീ കുഡൻറ്റ് അഫോർഡ് ഷൂസ്. ഷൂ വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ടല്ല, ഷൂ വാങ്ങാനായിട്ട് ഉള്ള പൈസ അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ടല്ല. ദാറ്റ് മീൻസ് ഷൂ വാങ്ങാനായിട്ടുള്ള പൈസ അവനില്ലാത്തത് കൊണ്ടല്ല അവന് ഷൂ വാങ്ങിക്കാത്തത്, അതായത് അവൻ ബെയർ ഫൂട്ടായിട്ട് നടന്നത്, നഗ്നപാതനായിട്ട് നടന്നത്. മറിച്ച് ബട്ട് ബിക്കോസ് ഹീ ലൈക്ക്ഡ് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്. പക്ഷേ അവൻ ഇഷ്ടമായിരുന്നു, എന്ത് ഇഷ്ടമായിരുന്നു? ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ്. എന്താണ്? ഊഷ്മളമായ കല്ലുകളുടെയും കല്ലിൻ്റെ ചെറിയ ചൂടും, അതുപോലെ കൂൾ ഗ്രാസ്, തണുത്ത
പുല്ലിലൂടെയൊക്കെ നടക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ആ ഒരു സുഖം അവന് വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ പ്രകൃതിയുടെ സുഖം നേരിട്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്തത്, നഗ്നപാതനായിട്ട് നടന്നത്. അല്ലാതെ എന്തല്ല, ചെരുപ്പില്ലാത്തതുകൊണ്ടോ ചെരുപ്പ് വാങ്ങാനായിട്ടുള്ള കാശില്ലാത്തതുകൊണ്ടോ അല്ല. It was 11 o'clock and he knew his parents wouldn't return home till evening. There was a loaf of bread he could take with him, and on the way he might find some fruits. Here was the opportunity he waited for. His mother and father had gone to visit relatives for the entire day and had left him on his own. If he came home before dark, before they returned, they wouldn't know where he had been. അങ്ങനെ ഇറ്റ് വാസ് 11 o'clock. എത്ര മണിയായി കാണും? 11 മണിയായി കാണും. ആൻഡ് ഹീ ന്യൂ ഹിസ് പാരൻസ് വുഡിൻറ്റ് റിട്ടേൺ ഹോം ടിൽ ഈവനിങ്. അവനക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. എന്ത് കാര്യം അറിയാമായിരുന്നു? ഹിസ് പാരൻസ് വുഡിൻറ്റ് റിട്ടേൺ ഹോം ടിൽ ഈവനിങ്. അന്ന് വൈകുന്നേരം വരെ അവൻ്റെ പാരൻസ്, രക്ഷിതാക്കൾ വീട്ടിൽ എന്ത് ചെയ്യാനും പോകുന്നില്ല, തിരിച്ചെത്താനും പോകുന്നില്ല. അതായത് അവൻ്റെ പാരൻസ് എവിടെയോ പോയിരിക്കുകയാണ്, വൈകുന്നേരം കഴിഞ്ഞ് മാത്രമേ അവരെത്തുകയുള്ളൂ, തിരിച്ച് വീട്ടിൽ എത്തുകയുള്ളൂ എന്നുള്ള കാര്യം അവന് അറിയാമായിരുന്നു. ദർ വാസ് എ ലോഫ് ഓഫ് ബ്രെഡ് ഹീ കുഡ് ടേക്ക് വിത്ത് ഹിം. അങ്ങനെ അവൻ പുഴ കാണാൻ പോവുകയാണ്. അപ്പോൾ പുഴ കാണാൻ പോകുന്ന സമയത്ത് ദർ വാസ് എ ലോഫ് ഓഫ് ബ്രെഡ്, ഒരു ബ്രെഡിൻ്റെ കഷ്ണം അവൻ്റെ പക്കലുണ്ട്. എന്തിനാണ്? ഹീ കുഡ് ടേക്ക് വിത്ത് ഹിം, കൂടെ കൊണ്ടുപോകാനായിട്ട് അവൻ എന്ത് ചെയ്തു, ആ ഒരു കഷ്ണം ബ്രെഡ് എന്ത് ചെയ്തു, സെലക്ട് ചെയ്ത് വെച്ചു. ആൻഡ് ഓൺ ദ വേ ഹി മൈറ്റ് ഫൈൻഡ് സം ഫ്രൂട്ട്സ്. മാത്രമല്ല പോകുന്ന വഴിക്ക് ഓൺ ദ വേ ഹി മൈറ്റ് ഫൈൻഡ് സം ഫ്രൂട്ട്സ്, മിക്കവാറും അവൻ എന്ത് ചെയ്യാം, പഴങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാര്യം നാട്ടിൻപുറത്തൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ധാരാളം വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ പഴങ്ങൾ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. ഹിയർ വാസ് ദ ഓപ്പർച്യൂണിറ്റി ഹി ഹാഡ് വെയിറ്റഡ് ഫോർ. ഇതാ അവൻ ആഗ്രഹിച്ചിരുന്ന, അവൻ വെയിറ്റ് ചെയ്തിരുന്ന ഓപ്പർച്യൂണിറ്റി, മീൻസ് അവസരം അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്, കൈവന്നിരിക്കുകയാണ്. ഏതൊരവസരത്തിന് വേണ്ടിയാണോ അവൻ ഇത്രയും നാൾ കാത്തിരുന്നത്, ആ ഒരു അവസരം വന്നെത്തിയിരിക്കുകയാണ്. കാര്യം വീട്ടിലാരുമില്ല, അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അവൻ എന്ത് ചെയ്യാം, സ്വതന്ത്രമായിട്ട് ആരും അറിയാതെ എവിടെ പോകാം, പുഴ കാണാനായിട്ട് പോകാം. ഹിസ് മദർ ആൻഡ് ഫാദർ ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ്സ് ഫോർ ദ എൻറ്റയർ ഡേ. അന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഹിസ് മദർ ആൻഡ് ഫാദർ ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ്സിനെ കാണാൻ, ബന്ധുക്കളെ കാണാനായിട്ട് അവൻ്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്തിരുന്നു, പോയിരുന്നു. ഫോർ ദ എൻറ്റയർ ഡേ, ആ ദിവസം മുഴുവൻ അവർ എവിടെ ചിലവഴിക്കും, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ചിലവഴിക്കും. ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം ഓൺ ഹിസ് ഓൺ. അവനെ ഒറ്റയ്ക്ക് വിട്ടിട്ടാണ് അവരെന്ത് ചെയ്തത്, പോയത്. അതായത് അവനെയും കൂടെ എവിടെ കൊണ്ടുപോയില്ല, റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. അവനെ സ്വന്തം വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് എന്ത് ചെയ്തു, അമ്മയും അച്ഛനും കൂടി എവിടേക്ക് പോയി, ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയി. ഇനി വൈകുന്നേരം വരെ അവരെന്ത് ചെയ്യത്തില്ല, തിരിച്ചു വരികയില്ല. എൻറ്റയർ ഡേ, ദിവസം മുഴുവൻ അവരവിടെ സ്പെൻഡ് ചെയ്യാനാണ്, ചിലവഴിക്കാനാണ് എന്ത് ചെയ്തത്, പോയത്. ഇഫ് ഹി കെയിം ഹോം ബിഫോർ ഡാർക്ക്, അതായത് പുഴ കാണാൻ പോയിട്ട് ഇഫ് ഹി കെയിം ബിഫോർ ഡാർക്ക് ആകുന്നതിന് മുമ്പ്, മീൻസ് ഇരുട്ട് വീഴുന്നതിന് മുമ്പ് അവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അതായത് ബിഫോർ ദേ റിട്ടേൺഡ്, അവർ തിരിച്ചു വരുന്നതിന് മുമ്പ്, റിലേറ്റീവ്സിനെ കാണാൻ പോയ പാരൻസ് തിരിച്ച് വരുന്നതിന് മുമ്പ് അവൻ എവിടെ എത്തിക്കഴിഞ്ഞാൽ, വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ, അതായത് ഇരുട്ട് വീഴുന്നതിന് മുമ്പ് അവൻ പുഴ കാണാൻ പോയി വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ, ദേ വുഡൻറ്റ് നോ വെർ ഹി ഹാഡ് ബീൻ. ആരറിയില്ല, പാരൻസ് അറിയില്ല ഇവൻ എവിടെയായിരുന്നു എന്നുള്ള കാര്യം. ആരറിയില്ല, പാരൻസിന് അറിയാനായിട്ട് കഴിയില്ല. അപ്പോൾ നല്ലൊരു അവസരമാണ് പുഴ കാണാൻ പോകാനായിട്ട് കൈവന്നിരിക്കുന്നത്. പാരൻസ് ആണെങ്കിൽ വീട്ടിലില്ല, വൈകുന്നേരം കഴിഞ്ഞ് എന്ത് ചെയ്യത്തുള്ളൂ, തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ വൈകുന്നേരത്തിന് മുമ്പേ പുഴ കണ്ടിട്ട് മടങ്ങുകയാണ് എങ്കിൽ വീട്ടുകാരറിയത്തില്ല ഇവൻ എവിടെ പോയിരുന്നു എന്നുള്ളത്. പുഴ കാണാൻ പോയോ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതൊന്നും ആരറിയത്തില്ല, വീട്ടുകാർ അറിയത്തില്ല. അങ്ങനെ വീട്ടുകാർ കാണാതെ പുഴ കാണാൻ പോകാനായിട്ടുള്ള ഏറ്റവും മികച്ച അവസരമാണ് ഇതെന്ന് ആർക്ക് മനസ്സിലായി? നമ്മുടെ ബോയ്ക്ക് മനസ്സിലായി. അങ്ങനെ പുഴ കാണാൻ പോകാനായിട്ട് ആര് തയ്യാറെടുത്ത് നിൽക്കുകയാണ്? നമ്മുടെ ബോയ് എന്ത് ചെയ്യുകയാണ്? തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബോയ് പുഴ കാണാൻ പോകുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ആരെയൊക്കെയാണ് കണ്ടുമുട്ടിയത്, എന്തൊക്കെയാണ് കണ്ടത് കേട്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ വ്യക്തമായിട്ട് വീട്ടിലിരുന്ന് പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കുക. കൂടാതെ സൈഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സംശയങ്ങളുണ്ട് എങ്കിൽ ചോദ്യത്തിലോ ഉത്തരത്തിലോ പഠിപ്പിച്ച പാഠഭാഗത്തിലോ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.